നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛൻ എന്നിൽ നിന്നും ഒന്നും മറക്കരുത്. എന്നോട് സത്യം മാത്രമേ പറയാവൂ. അച്ഛൻ ഏതെങ്കിലും വിധത്തിൽ സിദ്ധുവേട്ടനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ? ഞാനാ ചേച്ചിക്ക് അവസ്ഥ ഉണ്ടാക്കിയത്. ചേച്ചി എന്നോട് ക്ഷമിക്കണം. എന്താ ഗോപുത്, നീ എന്തിനെങ്ങനെ സ്വയം പഴിക്കുന്നേ? ഇതൊന്നും നിന്റെ കുറ്റമല്ല. നീ കാരണമല്ല ഇങ്ങനെയൊന്നും ഉണ്ടായത്. ഒരുപക്ഷെ നീ ഒരു നിമിത്തമായിരിക്കാം. അതിലപ്പുറം ഇങ്ങനെ പരിതപിക്കാനും മാത്രം ഒരു തെറ്റും നീ ചെയ്തിട്ടില്ല. ഇത് ഈശ്വരന്റെ നിശ്ചയമാണ്. ഈശ്വരന് എനിക്ക് അനുഭവങ്ങൾ നൽകുന്ന അതില് മറ്റാർക്കും ഒരു പങ്കുമില്ല. അതുകൊണ്ട് നീ എന്റെ അവസ്ഥയെ ഓർത്ത് വിഷമിക്കരുത്. സിദ്ധുവേട്ടന്റെ അസുഖം പൂർണ്ണമായും ഭേദമാകുമ്പോ സിദ്ധുവേട്ടൻ ചേച്ചിയെ പൂർണ്ണമായിട്ടും മറന്നുപോയാ ചേച്ചി എന്ത് ചെയ്യും? ചേച്ചിയുടെ ജീവിതം എന്താവും? ചേച്ചിക്ക് പിന്നെ വീട്ടിൽ കഴിയാൻ സാധിക്കുമോ? നീ ഇതെല്ലാം ചോദിക്കുന്നതിന് മുൻപേ ഞാൻ സ്വയം ചോദിച്ച ചോദ്യങ്ങളായതെല്ലാം. കുട്ടന്റെ അസുഖം മാറിക്കിട്ടുമെങ്കിൽ എന്റേതായ എല്ലാം നഷ്ടപ്പെടുത്താൻ ഞാൻ ഇപ്പോഴും തയ്യാറാണ്. അതിലെനിക്ക് യാതൊരു പ്രയാസമോ രണ്ടാമതൊരു ചിന്തയും ഇല്ല. കുട്ടൻ അസുഖം ഭേദമാവട്ടെ. കുട്ടൻ എത്രയും പെട്ടെന്ന് പഴയ കുട്ടനായി മാറട്ടെ. ചേച്ചി അഭേട്ട, ഞാനൊരു കാര്യം പറഞ്ഞ അഭേട്ടന് എനിക്കത് സാധിച്ചു തരുമോ? നിനക്ക് എന്താ വേണ്ടത്? അത് ഞാൻ പറഞ്ഞ എനിക്കത് സാധിച്ചു തരുമോ? ആദ്യം അത് പറ. നീ കാര്യം എന്താന്ന് പറ. അതറിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. ഞാനത് പറഞ്ഞ അഭേട്ടന് എനിക്കത് സാധിച്ചു തരണം. സാധിച്ചു തന്നേ മതിയാവും. സംഗതി എന്താണെന്നറിയാതെ ഞാൻ എങ്ങനെ അഭിപ്രായം പറയും? നീ കാടുമേടും കയറാതെ വിഷയത്തിലേക്ക് വാ. അത് വേറൊന്നുമല്ല, നാളെ അഭേട്ടൻ ഓഫീസിലേക്ക് പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകണം. ഞാനും വരും ഓഫീസിലേക്ക്. അല്ല അഞ്ജു, അത് അതെന്താ അഭേട്ടനൊരു അമ്പരപ്പ്? അഭേട്ട, അഭേട്ടൻ എന്നെ കുറിച്ച് എന്താ കരുതിയിരിക്കുന്നത്? വെറുതെ ഒന്നും അല്ല ഓഫീസിലേക്ക് വരണമെന്ന് ഞാൻ പറഞ്ഞ. ഞാനേ MBA ബിസിനസ് മാനേജ്മെന്റ് എനിക്കും അറിയാം. അഭേട്ടനെ അറിയാഞ്ഞിട്ടാ ദേവികേച്ചിയെക്കാളും ബിസിനസ് ഐഡിയകള് എന്റെ ഈ തലയ്ക്കകത്തുണ്ട്. അല്ല, അതൊക്കെ ശരിയായിരിക്കാം. എന്നാലും എന്തെന്നാലും അഭേട്ടൻ എന്താ ഒരു താല്പര്യ കുറവ് പോലെ? ഞാൻ പറഞ്ഞൊന്നും അഭേട്ടന് വിശ്വാസമായില്ലേ? എന്റെ കയ്യിലേ MBAയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ അതെടുത്ത് കാണിച്ചു തരാം. അയ്യോ, എന്റെ പൊന്നിനെ, എനിക്ക് വിശ്വാസമല്ലേ. എനിക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും കാണണ്ട. അപ്പോ നാളെ മുതൽ എന്നെ ഓഫീസിലേക്ക് കൊണ്ടുപോവോ? അവിടുത്തെ ഉത്തരവാദിത്തങ്ങളൊക്കെ എന്നെയും കൂടെ ഏൽപ്പിക്കോ? പ്ലീസ് അഭിയേട്ടാ, ഇതെന്റെ വലിയൊരു ആഗ്രഹം. അഭിയേട്ടൻ എന്റെ ആഗ്രഹം ഒന്ന് സാധിച്ചു തരണം. അതെ, ഇന്നലെ വരെ അഞ്ജുമോള് എന്നോട് ഈ ആഗ്രഹം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോ പെട്ടെന്ന് എവിടുന്ന് പൊട്ടിമുളച്ചു? ചേച്ചിയോട് മത്സരിക്കാനല്ലേ മോൾ ഇങ്ങനൊരു ആഗ്രഹമായിട്ട് വന്നത്? അയ്യോ, അങ്ങനെയൊന്നുമല്ല. അഭിയേട്ടൻ വെറുതെ എഴുതാപ്പുറമൊന്നും വായിക്കണ്ട. ഞാൻ എന്തിനാ ചേച്ചിയോട് മത്സരിക്കുന്നത്? നമ്മുടെ കമ്പനിയുടെ ഉത്തരവാദിത്തങ്ങൾ നോക്കി നടത്തണമെന്ന് എനിക്കും ആഗ്രഹം തോന്നിക്കൂടെ? ആഗ്രഹമൊക്കെ തോന്നിക്കോട്ടെ. പക്ഷേ അഞ്ജുമോളുടെ ഈ ആഗ്രഹം മോള് തൽക്കാലം മനസ്സിൽ തന്നെ വെച്ചാ മതി. അല്ല അഭിയേട്ടാ, ഇപ്പൊ ബിസിനസിന്റെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളൊന്നും അഞ്ജുമോൾ ഏറ്റെടുക്കണ്ട.
ഈ വീട്ടിലെ കാര്യങ്ങള് നല്ല ഭംഗിയായിട്ട് നോക്കി നടത്തിയാ മതി. സമയാവട്ടെ. സമയാവുമ്പോ അച്ഛനോടും വല്യച്ഛനോടും ഒക്കെ അനുവാദം വാങ്ങി ഓഫീസിൽ പോകുന്ന കാര്യം നമുക്ക് തീരുമാനിക്കാം. എന്താ അതുപോരെ? എന്താ നിന്റെ സംശയം? നീ ചോദിക്കടാ. അച്ഛാ, നമ്മുടെ ഈ കുടുംബത്തിൽ ആരെങ്കിലും സിദ്ധുവേട്ടനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ? നീ ഇതെന്ത് ചോദ്യടാ ചോദിക്കുന്നേ? ഇവിടെ ആരാ സിദ്ധുവിനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത്? മായേ, ഇവൻ ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ? സിദ്ധുവിനെ ഇവിടെ ആരോ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു. നിനക്ക് എന്താടാ പറ്റിയത്? ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടേ? അച്ഛാ, അച്ഛൻ എന്നിൽ നിന്നും ഒന്നും മറക്കരുത്. എന്നോട് സത്യം മാത്രമേ പറയാവൂ. ആ, അച്ഛൻ ഏതെങ്കിലും വിധത്തിൽ സിദ്ധുവേട്ടനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ? എടാ, നീ നീ എന്താ എന്നോട് ചോദിച്ചേ? എടാ, എന്താ ചോദിച്ചേന്ന്? നീ എന്നെ ക്രിമിനലാക്കാൻ നോക്കുവാണോ? ഇല്ലാത്ത കുറ്റം എന്റെ തലയെ ചുമത്താൻ നോക്കുവാണോ? എടാ, ആണോന്ന്? ഞാൻ നിന്നെ ജനിപ്പിച്ച ചന്തയാണ്. നീ എന്റെ ചോരയാണ്. അതൊക്കെ മറന്നിട്ടാ നീ എന്നെ സംശയിച്ചത്. ഇതൊക്കെ തെറ്റാ. ഇങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നത് തന്നെ പാവാ. എടാ, സിദ്ധു എന്റെ ആരാ? എടാ, എന്റെ ചേട്ടന്റെ മോനാ അവൻ. എന്റെ കൂടപ്പിറപ്പിന്റെ മോൻ. എടാ, അവൻ എന്റെ സഹോദരന്റെ മകനാണെന്ന് കരുതി അവനെയും നിന്നെയും രണ്ട് കണ്ണുകൊണ്ടല്ല കാണുന്നത്. എടാ എടാ, നിന്നെ പോലെ തന്നെ അവനും എന്റെ മോനാ. പിന്നെ എന്റെ കുഞ്ഞിനെ ഞാൻ അപായപ്പെടുത്താൻ ശ്രമിക്കുവോ? ശ്രമിക്കുവോന്ന് നീ പറടാ. എടാ, നിനക്കെന്താ ഭ്രാന്തി പിടിച്ചോ? അമ്മ, ഞാനൊന്ന് പറയട്ടെ. നീ ഒന്നും പറയണ്ട. അച്ഛനെ നീ വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു. എടാ, നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അച്ഛനെ സംശയിക്കാൻ മാത്രം നിനക്ക് എന്താ സംഭവിച്ചത്? ആ, മനസ്സിലായി. എനിക്കെല്ലാം മനസ്സിലായി. ഇതെല്ലാം അവളുടെ ബുദ്ധിയാടാ. ആ ദേവികയുടെ. അച്ഛനെയും മകനെയും തമ്മിൽ ശത്രുവായി പിരിക്കുക. കൊള്ളാം, നല്ല ബുദ്ധി തന്നെ. അമ്മ വെറുതെ ദേവികച്ച് തെറ്റിദ്ധരിക്കരുത്. ചേച്ചി എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. അവൾ നിന്നോട് നേരിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും നിന്റെ മനസ്സിൽ ഈ സംശയത്തിന്റെ വിത്ത് പാകിയതിന്റെ പിന്നിൽ അവള് തന്നെയാ. എനിക്കത് ഉറപ്പാ. അമ്മേ, ഞാനൊന്ന് പറയട്ടെ. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. ഞങ്ങൾക്കേ ഇത്തിരി സ്വസ്ഥത വേണം. ഞങ്ങളെ ഭ്രാന്തി പിടിപ്പിക്കാതെ ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.